എനിക്കൊരു അഭിമാന നിമിഷം കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. എൻ്റെ ഏത് നോവൽ ഇറങ്ങിയാലും വായിച്ചിട്ട് ആദ്യം വിളിക്കുന്ന വലിയ മനുഷ്യനാണ്. മലയാള സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും ഇത്രയധികം വായന എങ്ങനെ കൊണ്ടു നടക്കുന്നത് എനിക്ക് വലിയ അത്ഭുതമുണ്ട്. വലിയ സന്തോഷം. എൻ്റെ ഒരു അഭിമാന നിമിഷമായി നേരത്തെ കാണുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ചാണെന്ന് അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേം പാറ്റ എന്ന് പറയുന്ന സിനിമ. ആമിർ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയാൻ വരുന്നു എൻ്റെ അടുത്ത്. ഇതിൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ്, അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാമ്പസ് പ്രണയം, ആ ക്യാമ്പസ് പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കെന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷന് വേണ്ടി നമുക്ക് അയച്ച ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ്. സാധാരണ ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേം പാറ്റ. അതൊക്കെ ആമിറിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഈ സിനിമയുടെ പ്രമേയവും. ഈ സിനിമയും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് ആമിറും ലിജീഷും ഈ സിനിമയിലേക്ക് വരുന്നത്. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ ആമിറിൻ്റെ മുൻ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 2 സിനിമകൾ കണ്ട് ആമിറിൻ്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റു പലരും ഒരു സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആമിർ ഏറ്റെടുക്കുന്നത്. അതിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രം ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ ആമിർ ഒരു സിനിമയുടെ സംവിധായകനാകാം. പക്ഷെ അതല്ല, ഇതിൻ്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ആ പറഞ്ഞ ബജറ്റിൽ തീർക്കാനും അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആമിർ ഏറ്റെടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇനി വരുന്ന സംവിധായകരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. കാരണം ഒരു സംവിധായകന്റെ കയ്യിലാണ് ഈ സിനിമ. അപ്പോൾ അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിന്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ കൂടുതലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. ആ സിനിമ കൂടുതൽ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ലിജീഷ് വളരെ വ്യത്യസ്തമായ കഥയാണ്. ലിജീഷ് പിന്നീട് 1-2 മറ്റ് കഥകൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന, നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൂടിയ ഒരു റൈറ്ററാണ് അദ്ദേഹം. സിനിമയിൽ ഇതൊരു നല്ല തുടക്കമാണ്. നമ്മൾ അടുത്ത കൊല്ലം ഈ സമയത്ത് നമ്മളോട് നിൽക്കുമ്പോൾ ലിജീഷിൻ്റെ ഒരു അവസ്ഥ ഇതായിരിക്കില്ല. മറ്റൊരു ലെവലിലേക്ക് ലിജീഷ് തീർച്ചയായിട്ടും വളർന്നിട്ടുണ്ടാവും. വലിയൊരു എഴുത്തുകാരനായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബെന്യാമിൻ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. ഞാൻ ബെന്യാമിൻ്റെ ഏറ്റവും അവസാനം വായിച്ച നോവലാണ് ആടുജീവിതം. അതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം മഞ്ഞ വെയിൽ മരണങ്ങളാണ് ആദ്യം വായിക്കുന്നത്. പിന്നീട് മുല്ലപ്പൂ നിറമുള്ള പകലുകളും അറേബ്യൻ നോവൽ ഫാക്ടറി ഒക്കെ വായിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ വളരെ ഒരു രീതിയിലാണ് ബെന്യാമിൻ എഴുതിയിട്ടുള്ളത്. ആടുജീവിതം വായിക്കാൻ വൈകിപ്പോയത് അത് എന്നും കിട്ടാനുണ്ടായിരുന്നില്ല. എവിടെ അന്വേഷിച്ചിട്ടും എനിക്ക് ആ പുസ്തകം കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് ബെന്യാമിൻ തന്നെയാണ് ആ ഒരു പതിപ്പ് തന്നത്. പിന്നെ എനിക്ക് ബെന്യാമിൻ ആദ്യം എഴുതിയ അഭിഷേകൻ എന്ന നോവൽ തന്നു. അപ്പോൾ നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ബെന്യാമിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അദ്ദേഹത്തെയും ഈ വേദിയിൽ ഒപ്പം നിർത്താൻ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം. പിന്നെ രഞ്ജിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. Thank you so much. നായക വേഷത്തിലാണ് ജോമോൻ നിൽക്കുന്നത്. ജോമോന്റെ കൂടെ ലീഡ് ചെയ്യുന്ന യൂത്ത് ആർട്ടിസ്റ്റുകളിലും ഈ സിനിമയിലുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു മൈക്ക് എടുത്ത് പ്രേം പാറ്റയുടെ ഭാഗമാകുന്നതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസും ഞങ്ങളോടൊന്ന് ജോമോൻ ഷെയർ ചെയ്യണം. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കധികം സംസാരിക്കാൻ അറിയില്ല കേട്ടോ. അഭിനയിക്കാൻ അറിയാലോ. അപ്പൊ പുതിയ ചിരിച്ചോളൂ, കുഴപ്പമില്ല. അത്ര ആരും സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് എന്തോരം മെന്റൽ ലിസ്റ്റ് പെട്ടെന്ന് തീരും. ശരിയാ സിദ്ദിഖേട്ടാ, ഈ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ജോമോൻ.
അതെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ നിന്ന് എന്താ ഒരു പ്രേം പാറ്റ എന്തെങ്കിലും ഞങ്ങൾക്ക് ക്ലൂതാ ഈ സിനിമ എന്താ? അത് അമീറേട്ടൻ പറഞ്ഞു ഒരു അക്ഷരം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ല അല്ലേ? ഒരു ക്ലൂ, റൊമാൻസ്. പിന്നെ എവിടെയോ ഞാൻ വായിച്ചു NSS ക്യാമ്പ്, കറക്റ്റ് അല്ലേ? NSS ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാർ കളിക്കണോ നിങ്ങൾ? അവിടെയാണ് ഒന്ന് വന്നേ രഞ്ജനി, അത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയുള്ളൂ. NSS ക്യാമ്പും അതിന്റെ എന്തെങ്കിലും പറ ആമർ, ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു. ജോമോൻ ഇവിടെ നമ്മളിപ്പോ ഒരു സദസ്സിന്റെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് ഒരു ചെറിയൊരു സഭാകമ്പമാണ്. അതിൽ കുറച്ച് സിനിമകൾ കൂടെ കഴിയുമ്പോൾ മാറും. അപ്പൊ ഒരുപാട് സംസാരിക്കാൻ പറ്റും. എന്നാലും ഈ ഒരു അവസരത്തിൽ ഈ സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു അവസരം ലഭിച്ചതിനെ പറ്റി 2 വാക്ക് പറഞ്ഞേക്കാം. അപ്പൊ രഞ്ജനിയുടെ വിഷമം മാറും. അല്ലേ, പ്രധാന കാരണം ഈ സിനിമയിലെ ക്യാരക്ടർ കഥയും ജോമോന്റെ അടുത്ത് പറഞ്ഞല്ലോ, അത് പറഞ്ഞത് മുതൽ അത് ഉൾക്കൊണ്ട് വെക്കുക. ഈ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ക്യാരക്ടർ. അതെ, അന്ന് ആ കഥ പറഞ്ഞ അന്ന് മുതൽ ഇതുവരെ ജോമോൻ ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെ സിനിമ കഴിയുന്നവരെ ഉണ്ടാവുന്നതാണ് നല്ലത്. എന്നാലും 2 വാക്കൊക്കെ പറയാം ഈ ഒരു ആരോഗ്യമൊക്കെ വെച്ച്. ഇങ്ങനത്തെ ഒരു അവതാരകയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ല, സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് നമ്മളെ ഞാൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുമോ? പണി സിനിമയിലെ വില്ലനായിട്ടാണ് കാണുന്നത്. വാമനെ തോമസ് ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് ശേഷം ഇവിടെ പ്രേം പാർട്ടിയിൽ ഇന്നസെന്റ്, നമ്മുടെ ഇന്നസെന്റ് ഏട്ടന്റെ കൊച്ചുമോനാണ്. സൽമാനുൽ ഫരീസി, വിഘ്നേഷ് ആർ, അശ്വിൻ വിജയൻ. എല്ലാവർക്കും മെമ്മന്റോ ഉണ്ട്. മെമ്മന്റോ സിദ്ദിഖേട്ടൻ കൊടുക്കും. സിദ്ദിഖേട്ടാ എല്ലാവർക്കും മെമ്മന്റോ കൊടുക്കണം. നമ്മള് അവർ ഒരുമിച്ച് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ നിറഞ്ഞു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ജുനൈസ് കഴിഞ്ഞ് ടിസ് തോമസ്. അത് കഴിഞ്ഞ് ഇന്നസെന്റ്, ഇന്നസെന്റ് ഏട്ടന്റെ കൊച്ചുമോനാണ് ഇന്നസെന്റ്. ജൂനിയർ ഇന്നസെന്റ് സൽമാനുൽ ഫരീസി. കുറെ യങ് ബോയ്സ്. ഇത്രയും ബോയ്സിനോട് NSS ക്യാമ്പിലിട്ട് എന്ത് സംഭവിക്കും ഊഹിച്ചോളൂ. വിഘ്നേഷ് ആർ. Alright. Ashwin Vijayan. And ഇതിന്റെ ഭാഗമായി മറ്റൊരാൾ കൂടി ഉണ്ട്, ഹനാൻ ഷാ. അൺഫോർച്ചുനേറ്റ്ലി ഹനാന് നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. ഫുട്ബോൾ സൂപ്പർ ലീഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഹനാൻ. ഇതാണ് നമ്മളുടെ ബോയ്സ് ക്രൂ. ജോമോൻ, ജ്യോതിറും സംഘവും ആയിട്ട് പ്രേം പാറ്റയിൽ എത്തുന്ന ചെറുപ്പക്കാർ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സംസാരിക്കാൻ. ജുനൈസ് തുടങ്ങിക്കോ, എന്നിട്ട് മൈക്ക് പാസ് ചെയ്ത് പോണേ. എല്ലാവർക്കും നമസ്കാരം. അപ്പോ പണിയായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ. അപ്പോ പ്രേം പാറ്റ എന്ന് പറഞ്ഞാല് അതുമായിട്ട് വില്ലൻ ഷെയ്ഡായിട്ട് ഒരു ബന്ധമില്ലാത്ത നേരെ ഓപ്പോസിറ്റുള്ള ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അപ്പൊ പണി പോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ അവർക്ക് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, ലിജി ചേട്ടനെ അറിയാം. അപ്പൊ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ടിസ് തോമസ് എന്നാണ്. ഞാനിപ്പം ഹൃദയപൂർവ്വത്തിൽ അഭിനയിച്ചു. അതിന് ബിപിൻ ബാബു എന്നൊരു ക്യാരക്ടറായിരുന്നു. ഇത് എന്റെ 2ാമത്തെ സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹൃദയപൂർവ്വത്തിലെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച നല്ല കൈഡിയൊക്കെ കിട്ടിയ ആളാണ് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിലും അതിനെക്കാട്ടും വലിയ കൈഡി ലഭിക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവട്ടെ മോനെ. ഇന്നസെന്റ് നമുക്കൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും. അതുപോലെ തന്നെ നമ്മുടെ അമീർക്കും ലിജീഷ് അങ്കിളിനോട് വലിയൊരു നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ചെയ്യുന്നതിൽ. ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത്. 3rd ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അത്രേ ഉള്ളൂ എന്നെ പറ്റി പറയുന്നത്. അയ്യോ, ഓക്കെ, താങ്ക് യു. ഇവരെ കുറിച്ച് ചെറിയൊരു ഓർമ്മ പറയാം. ഇന്നസെന്റ് എപ്പോഴും കൊച്ചുമക്കളുടെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഒരു ഇന്നസെന്റ് പറയാൻ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വീട് മുഴുവൻ ഈ ക്രയോൺസ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി വരച്ചാൽ മതിലുകളെല്ലാം ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടേക്കാണ് ഫുള്ളായിട്ട്.
ലിസണേറ്റ് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ലിസണേറ്റ് പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് പെയിന്റ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പെയിൻറ്റേഴ്സ് വന്നിട്ട് പെയിൻ്റൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലിസണേറ്റ് നോക്കുമ്പോൾ ഇവനും മോളും അന്ന രണ്ടുപേരും കൂടി നിൽക്കുക. അപ്പോൾ അന്ന ഇവനോട് പറയുന്നു, ഉണങ്ങിയിട്ടില്ല, നാളെ വരയ്ക്കാം. ഇവൻ എപ്പോൾ കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്ന അതാണ്, ഉണങ്ങിയിട്ടില്ല, നാളെ വരയ്ക്കാം എന്ന് പറഞ്ഞ് അവർ ലിസണേറ്റിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ വേദിയിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ലിസണേറ്റിനെ പറ്റി പറയുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ, പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ്. അദ്ദേഹം അവിടെ ഇരുന്നെങ്കിലും ഇത് കാണുന്നുണ്ടാവും. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാപ്പ് നിലനിർത്താൻ അവനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you so much. We definitely miss him. It's a moment. Salmanul Farisi. പറയൂ, പ്രേം പാട്ടയിൽ എങ്ങനെ എത്തി? ഹായ്, എൻ്റെ പേര് സൽമാൻ ഫാരിസ്. ഞാൻ ഓൾറെഡി സിദ്ദീഖ് സാറിനോട്, രാജേഷ് മാധവൻ സാറിനോടൊക്കെ ചെറിയ പരസ്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി NSS ക്യാമ്പ് കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താങ്ക് യു. Thank you, and all the best for the movie, Vignesh. Congratulations on being a part of Prem Pata. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു വേദി വന്നിരിക്കുന്നത്. അതിൻ്റെതായിട്ടൊരു പേടിയുണ്ട് എനിക്ക്. അക്കപ്പൊക്കോളും മോനെ, ഞങ്ങളില്ലേ എന്താ പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാനാണ് ആദ്യമായിട്ട് കുറെ ഡയറക്ടർമാർക്ക് മെസ്സേജ് ഒക്കെ അയക്കും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് രാത്രി ഒരു 2 മണി ആയപ്പോഴത്തേന് അമീർ സാറിന് ഇങ്ങനെ മെസ്സേജ് അയച്ച്. അപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേനും സാറ് റിപ്ലൈ വന്നു. അങ്ങനെ ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോഴാണ് സാറ് എന്നെ പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ച്. അപ്പം ഭയങ്കര സന്തോഷമായി. എനിക്ക് വേറൊരു പടം പോയ സമയത്തായിരുന്നു ഈ പടത്തിൽ നിന്നുള്ളൊരു കോൾ വന്നു. അപ്പൊ ഇച്ചിരി എനിക്ക് സന്തോഷമായി. ഈ എല്ലാ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ ഇതിലൊന്ന് നിൽക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ കൂട്ടുകാരെ ബാക്കിൽ നിൽപ്പുണ്ട്. അവര് കാരണമാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ കാരണം. ബാക്കില് അജു ബോങ്കോ, ഹരിഹരൻ, ആകാശ്, പിന്നെ എന്റെ അനിയൻ കണ്ണൂർ സവൻ വരാൻ സാധിച്ചില്ല. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. കൂട്ടുകാരുടെ കൂടെ നിർത്തുന്ന കെട്ടിപ്പിടിച്ചിട്ടെങ്കിലും പോകും, ഒരു ഉമ്മെങ്കിലും കൊടുക്കട്ടോ അതിന്റെ കൂട്ടുകാരനെ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവര് ബാക്കി നിൽക്കുമ്പോ എനിക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ടാണ്. You are a friend. Thank you, sir. Okay. അടുത്തത് അശ്വിൻ എന്നല്ലേ? അശ്വിൻ നീയാണ് അശ്വിൻ. ഞാനാണെന്നൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഈ ഒരു സ്പേസിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എന്നെ അർഹനാക്കിയ ആമർക്കും രജിഷേട്ടനും വലിയൊരു നന്ദി പറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുപ്പിച്ച് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ സിനിമയിലെ വേഷം. ഞാൻ ആമർക്ക എനിക്ക് ആയിഷ സമയം തൊട്ട് അല്ലെങ്കിൽ ED സമയം തൊട്ട് അറിയാം. ആമർക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഒരു ദിവസം എന്നെ ഇങ്ങോട്ടേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആമിറാണെന്ന് പറഞ്ഞു വിളിച്ചു. ഞാൻ ആരാടാന്ന് ചോദിച്ചിട്ടാണ് ആദ്യം തന്നെ റിയാക്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം ആമർക്ക ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ ഭയങ്കര ഫാനാണ്. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മൊമെന്റോ വാങ്ങാനും ഇങ്ങനെ ഒരു ഇത്രയും ആളുകളുടെ മുന്നിൽ നിൽക്കാനും പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. ഈ സിനിമയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. നേരത്തെ പറഞ്ഞു ഹനാൻ ഷാ നമ്മുടെ കൂടെ എത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെ വി ഓൾസോ ഹാവ് സാഫ് ബോയ്. ഹനാൻ ഒരു സൗമ്യനാണെങ്കിലും സിനിമയിൽ ഇങ്ങനെയാണോ നീ വരാൻ പോകുന്നത്? താങ്ക് യു സോ മച്ച്. ആമിർക്കനെയും ലീശേട്ടനെയും ഞാൻ ഒരു 2 മാസം മുന്നേ കാണാൻ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ബുക്ക്. അപ്പൊ ഞാൻ വായിച്ചിട്ടുണ്ടോന്നായിരുന്നു എന്റെ മനസ്സിൽ. നിങ്ങൾ എന്താ വിചാരിച്ചെന്ന് എനിക്കറിയില്ല. അല്ല, ഞാനത് കാണുമ്പോൾ വിചാരിച്ചത് കഞ്ചാവിനെ കുറിച്ചുള്ള എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ കണ്ടതാണ് അതാ ചോദിച്ചത്, ഇത് ശരിക്കും കഞ്ചാവിനെ കുറിച്ചാണോ? ഇപ്പൊ പുള്ളി പറഞ്ഞല്ല, കഞ്ചാവിനെ കുറിച്ചല്ല, മനുഷ്യരെ മനസ്സിനെ പറ്റിയിട്ടുള്ള എന്താന്നാണ്. ഞാൻ അധികം ബുക്ക് അങ്ങനെ വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എവിടെ ഈ ബുക്ക് കാണുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തു. കഞ്ചാവാണ് കഞ്ചാവിന്റെ ഫോട്ടോ അല്ല, കഞ്ചാവിന്റെ ബുക്കിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ എന്തായാലും ഇങ്ങനെ ഞാനും ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു 2-3 സിനിമകളായിട്ട് ഇങ്ങനെ തുടക്കക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങള് +2 എന്ന് പഠിക്കുമ്പോൾ തണ്ണീർമത്തൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അയ്യോ ഇങ്ങനെ കുറെ ആൾക്കാരുള്ള ഒരു പടത്തിലൊക്കെ വരാൻ പറ്റിയിരുന്നെങ്കിൽ. ഇപ്പൊ അങ്ങനത്തെ പടങ്ങൾ ഇങ്ങനെ വന്നു. സന്തോഷം. താങ്ക് യു അമൃത, പ്രൊഡക്ഷൻ എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഒരു യുവ താര നിരയാണ് ഇറക്കുമതി ചെയ്യുന്നത് പ്രോപ്പർലി. നമ്മളെ പിന്നെ സാധാരണ സിനിമയിൽ കണ്ടു ശീലിച്ചിട്ടുള്ള റോളുകളാണ് തൊട്ടടുത്ത സിനിമയിലേക്ക് നമ്മൾ അവരെ വിളിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ റോൾ ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പൊ ജോമോൻ്റെതാണെങ്കിൽ ജോമോനാണ് ഈ സിനിമയുടെ ഹീറോ. അപ്പോൾ ജോമോനെ നമുക്ക് കണ്ടു പരിചയമുണ്ട്. ഏറ്റവും നന്നായി കാലത്ത് പറയുന്ന സിനിമകളിലൊക്കെ കൂടെ ചിരിപ്പിക്കുന്ന, ഏറ്റവും നല്ല രീതിയിൽ ഫൺ ചെയ്യുന്ന, കൂടുതൽ ആൾക്കാർക്ക് ജോമോനെ കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ ആൾക്കാർ ചിരിച്ചു കൊടുക്കുകയും കൈയടിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ സിനിമയിലെ ജോമോൻ എന്ന് പറയുന്ന ജോമോൻ ചെയ്യുന്ന ക്യാരക്ടർ ജോമോൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു റീഇൻട്രൊഡ്യൂസിങ് ജോമോൻ ജ്യോതിർ എന്ന കോലത്തിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് പ്രേംപാറ്റ. അതാണ് ജോമോന് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്നാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൂടി പറയാനുള്ളത്. ദ സെയിം വേ ജുനൈസ്, നമുക്കറിയാം നമ്മളെല്ലാം ജോയിച്ചേട്ടൻ്റെ പണി എന്നുള്ള സിനിമയിൽ ജുനൈസ് ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയുന്ന ജുനൈസ് പണിയുടെ 7 അയലത്ത് പണിയെടുക്കൂല, അതൊന്ന്. രണ്ടാമത് അതിന്റെ 7 അയലത്തെത്താത്ത ഒരാളാണ്. അപ്പോൾ അത് ശരിക്കും എന്താണോ ജുനൈസ്, ആ ജുനൈസിന് ശരിക്കും ഇതിൽ ജുനൈസിന്റെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ജുനൈസിനെ ഏറ്റവും ആൾക്കാർക്കൊക്കെ കാണാൻ താല്പര്യമുള്ള, ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ക്യാരക്ടറാണ്. പിന്നെ എടുത്ത് പറയട്ടെ സാഫിനെ കൂടി ഞാൻ പറയുന്നത്, എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഞാൻ സമയം കളയുന്നില്ല. സാഫ് ഈ പറഞ്ഞ പോലെ ജോമോനോളം പ്രാധാന്യമുള്ള സാഫ്, ജുനൈസ്, അതുപോലെ തന്നെ ജോമോൻ എന്ന ഒരു ത്രയം ആയിട്ടാണ് ഈ ഒരു ക്യാമ്പസിനകത്ത് ഇതിലുള്ളത്. തുല്യ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് അത്. സാഫിനും കരിയറിലെ ഏറ്റവും നല്ല ക്യാരക്ടറുകളിൽ ഒന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും സിദ്ദിഖ് ഏട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാള സിനിമയിലെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ്. കഴിഞ്ഞ 40 വർഷം വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ എത്തുന്നു. സിദ്ദിഖ് ഏട്ടൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെന്റോ നൽകി പ്രേംപാറ്റയുടെ ഈ ഒരു സിനിമാ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അദ്ദേഹവും അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ നല്ലൊരു കൈഡി ഫോർ ദ യുവ താര നിര ഓഫ് പ്രേംപാറ്റ, ദ ബോയ്സ്. ഒരു ഫോട്ടോ എടുക്കും, ഒരുമിച്ച് നിന്ന് നല്ലൊരു ഫോട്ടോ എടുക്കും. LK, there we go. There we go. Studio Outsiders അവതരിപ്പിക്കുന്ന പ്രേംപാറ്റയിലെ the handsome young man and Siddiq Ettan. Young ആണ്. Thank you so much Siddiq Ettan. Thank you so much boys. അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി ഒരുപാട് രാമകൃഷ്ണൻ സാർ, ഇവർക്ക് രണ്ടുപേർക്കും ഒരു രണ്ട് മെമെന്റോ നൽകി ആദരിക്കുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം for both these wonderful actors. And for Mamta. Where is this? What is this? Okay. Thank you so much, sir. Sir, Nilkya. Mamta and Saiju. Actually, നിങ്ങൾ രണ്ടുപേരെയും സെപ്പറേറ്റ്ലി വിളിക്കണം എന്നൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. But it's such a momentous occasion, അല്ലേ? Ladies first, let's do it. Like I said, രണ്ടുപേരെയും സെപ്പറേറ്റ്ലി വിളിക്കേണ്ടാത്ത അക്കംപ്ലിഷ്മെന്റ്സ് ഉള്ള ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും. ബട്ട് ഇന്നത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു ചിത്രത്തിൽ വരുമ്പോൾ, അതും 20 വർഷത്തെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, tell us how was it being back? But before that, welcome to Prempata. Thank you very much. Thank you, Ranjini. Actually, today we need to be called together, അല്ലേ? സൈജു ഞാനും 20 വർഷം മുമ്പാണ് ഈ ഒരു ജേർണി തുടങ്ങിയത് into Malayalam cinema. In fact, we haven't reached that day yet. It's in November. And very happy to be here. Thank you all for coming. ഈ 20 വർഷത്തിന്റെ ഒരു journey has been amazing, and it's always been a challenge to win the hearts of Malayali audience, right? അപ്പം in ഈ ഒരു occasionല്, I just want to say that I'm very happy to be a small part of this project. Now I'll go back to the inception of it because ആദ്യമായി ലിജീഷ് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. Because Lijesh, who is a writer of this film, I know him for a few years now, and ലിജീഷിന്റെ ചിരി എന്നും, ഒരു തവണ ലിജീഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ലിജീഷിന്റെ ചിരി മറക്കില്ല. ലിജീഷിന്റെ പേര് മറക്കുമായിരിക്കും, പക്ഷെ ചിരി മറക്കില്ല. It's a trap. It's a movie trap. So ലിജീഷ് എന്നെ വിളിച്ച് പറയാണ്, ഞാനൊരു കഥ പറയാം, ആ കഥ കേട്ടതിന് ശേഷം
വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു നിങ്ങളാദ്യം കഥ പറ. ലിജേഷ് ഇസ് എ ബ്യൂട്ടിഫുൾ റൈറ്റർ ആണ്, ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. I would call him an expressionist, and expressionist in the exact definition നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ please go and yes, check the dictionary. He is an expressionist, and did I fall for it? ഞാൻ മാത്രമല്ല കഥ നെറേറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. And then at the end of it ഞാൻ പറഞ്ഞു അല്ല കഥ കേട്ടിട്ട് വേണ്ടാന്ന് പറയാൻ തോന്നില്ലല്ലോ ലിജീഷേ എന്ന് പറഞ്ഞു. ഈ കഥയിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ്. ആമിർ വിൽ ഡെഫിനറ്റ്ലി നോട്ട് വാണ്ട് മീ ടു സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എല്ലാവരും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ന്യൂ ജെൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലെറ്റ്സ് റീലോഞ്ച് ജോമോൻ. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. And the entire cast. Saiju of course is there, but Siddika, very happy to be working with you again. So many familiar faces. I worked with Shaji, who's the cameraman for our film. Inna Shaji apne illa. Liston, thank you so much for being here and doing the launch of Studio Outsiders. Wishing you all the very best. The challenge of being at the helm of production is not a small feat. It's a big one, but I assure you that we are all in this together and we'll make it a beautiful journey. I just wanna, I guess that's about it. വേറെ ഒന്നുമില്ല പറയാൻ. ആമിറിന്റെ വേറെ പ്രോജക്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen your work and I hope we are able to ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആക്ച്വലി ഈ സിനിമയുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് മെയിൻ USP. സോ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട്. ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള colleagues ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ട്. സോ I'm sure that this film will not just Studio Outsiders എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് I'm like okay, it's gonna it's not just what, when you say the word outsiders it just brings me, ഞാനിപ്പോൾ 2 വർഷമായിട്ട് I have been an outsider because I've been focused fully in Tamil cinema. 2 തമിഴ് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം ഈ വർഷം ഒരു few months ago ആണ് ഞാൻ എൻ്റെ 2ാമത്തെ തമിഴ് സിനിമ ഫിനിഷ് ചെയ്തത്. And I was just hoping that ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം. അപ്പോഴാണ് ഇതുപോലെ ഒരു കഥ, ഒരു നല്ലൊരു കഥയുമായിട്ട്, നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ലിജീഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും without being vacant from Malayalam screen for a long time. I'm very happy to be a part of this project. അപ്പം ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരെ അപ്പീൽ ചെയ്യാൻ ആസ് മലയാളം സിനിമാസ് ഡൂയിങ് റിയലി വെൽ വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാനും നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ഇഷ്ടപ്പെടിപ്പിക്കാൻ ശരിക്കും ഈസി അല്ല. സോ our audience ഏറ്റവും ക്രിട്ടിക്കലാണ് of our stories, of our acting, and this is what makes us excel and cross boundaries. So I hope all you new gen kids who are sitting out here, I wish you all the very best. Let it be a mark in your career, let it be a huge leap. Wishing you all the very best from the bottom of my heart, and let's rock this film Prem Pata. Okay, handing over the mic to Saiju. You have one. എല്ലാവർക്കും നമസ്കാരം. രഞ്ജിനി എൻ്റെ ബാഡ്മിൻ്റൺ പട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് CBAയിൽ കളിച്ചായിരുന്നു. ഞാൻ സെലക്ഷന് പോകാത്തത് കൊണ്ട് എന്നെ അവർ സെലക്ട് ചെയ്തു. പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സെലക്ട് ചെയ്യില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. കമ്മിങ് ടു പ്രേം പാറ്റ, ലവ് കോക്രോച്ച്. നമ്മുടെ ആമിറിനെ എനിക്ക് നേരത്തെ അറിയാം. ആയേഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു, ഭയങ്കര രസമുള്ള പാട്ട്. പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു, മഞ്ജു വാര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. റാസൽ ഖൈമയിൽ ഷൂട്ട് ചെയ്തല്ലേ? അപ്പോൾ ഹാരിസ് ദേശം പറഞ്ഞിരുന്നു അവിടെ രാത്രികളിലൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹാരിസ് ദേശത്തിന്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത്. എൻ്റെ ജാനകിയുടെ സെറ്റിൽ കറക്റ്റ് ആൻഡ് അമേസിംഗ് ഗായ്, വെരി സ്വീറ്റ് ഗായ്.
അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടെ ഞാൻ ഇഡിയും കണ്ടു. ഇഡി വേറൊരു ടൈപ്പ് ഓഫ് സിനിമ, സുരാജിന്റെ വേറൊരു പരിപാടിയും, ആ കഥ തന്നെ ഒരു വേറൊരു പരിപാടിയാണ്. കാണണം കേട്ടോ, അത് നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഉഗ്രൻ കഥയാണ്. അതെ. അതിനുശേഷം ലിജീഷുമായിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. ലിജീഷ് നമ്മളെല്ലാവരും കണ്ടതുപോലെയും നമ്മളെല്ലാവരും സംസാരിച്ച പോലെയും മമത ഇപ്പം പറഞ്ഞ പോലെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ്. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറില്ല. ഇദ്ദേഹത്തിന്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു. അപ്പൊ തന്നെ പിന്നെ തീരുമാനം നമുക്ക്, ഞാൻ ആമിറിന്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു. ബിക്കോസ് 2 പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പിന്നെ കഥ കേൾക്കുക, അതിനകത്ത് കഥാപാത്രം എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എനിക്ക് സപ്പോർട്ടിംഗ് റോള് തരൂ. ഞാൻ ഈ ഇന്റർവ്യൂസിൽ കയറി പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല ഇന്റർവ്യൂസ് ഒക്കെ. അപ്പൊ യൂട്യൂബിലെ ഇന്റർവ്യൂസ് ഇപ്പൊ കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോകാന്ന് വിചാരിച്ചു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില്. എനിക്ക് സപ്പോർട്ടിംഗ് റോള് കിട്ടുന്നില്ല. എല്ലാവരും എന്നെ നായകനാണ് ആക്കുന്നത്. എന്നാ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് എന്നുവരെ ഈ വണ്ടി പോകും, ഈ വലിയ വണ്ടി? അപ്പൊ പാരലായിട്ട് നമ്മൾ ചെറിയ വണ്ടി സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു സപ്പോർട്ടിംഗ് റോള് ദൈവത്തെ ഓർത്ത് വരും. അങ്ങനെ ആമിർ ഒരു സപ്പോർട്ടിംഗ് റോളുമായിട്ട് വന്നു. ആകാശ് വെള്ളത്തൂവൽ, അതാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. ഉഗ്രം കഥാപാത്രമാണ്. എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല പൊളിക്കുമല്ലോ, പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണേ. അതെ അതെ. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ഒരു മൊമെന്റോ കിട്ടി പ്രേം പാറ്റയുടെ. ഇതിനേക്കാളും വലിയൊരു മൊമെന്റോ ഈ പടം റിലീസായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രേം പാറ്റയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ജ്യോതിർ ആൻഡ് ദ എൻറ്റയർ യങ്സ്റ്റേഴ്സ് ടീം, എനിക്ക് പലരെ അറിയാം. ജുനേസ് ഐ കോൾഡ് യു ആഫ്റ്റർ പണി, അശ്വിനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരൊക്കെ എനിക്ക് പുതുമുഖങ്ങളാണ്. ഇന്നസെന്റ് ഇസ് ദേർ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ആമിറിന്റെ സെറ്റ്. ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതിന് എല്ലാവിധ ഭാവങ്ങളും. ഒരുപാട് സിനിമകൾ ഇവര് ചെയ്യട്ടെ. മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു സ്റ്റുഡിയോയായി മാറട്ടെ, ഒരു കമ്പനിയായി മാറട്ടെ. ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് റോളായിട്ടൊക്കെ എന്നെയൊക്കെ വിളിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, 1983 ശേഷം സഞ്ജു ശിവറാമുമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടമാണ്. സഞ്ജുവായിട്ട് ആകെ ഒരു പടം ചെയ്തിട്ടുള്ളത്, അത് 1983 ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ രാജേഷൊക്കെ നമ്മള് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതേ ഉള്ളല്ലേ, അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും പല ആൾക്കാരായിട്ടും ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു, 2ാമത്തെ പ്രാവശ്യം അഭിനയിക്കാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ആകാശ് വെള്ളത്തൂവലിനെ കാണാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. സൈജു ആൻഡ് മമത, വി ആർ സോ എക്സൈറ്റഡ് നിങ്ങൾ രണ്ടുപേരെയും പ്രേം പാറ്റയിൽ കാണാൻ. അത് മാത്രമല്ല ഈ 20 years അവര് ഈ ഒരു വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൽ നിന്നും ഒരു ചെറിയ ഒരു സെലിബ്രേഷൻ നമുക്ക് ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വി വാണ്ട് ടു സെലിബ്രേറ്റ് യുവർ 20 years ഹിയർ. വി ഹാവ് എ കേക്ക് ഹിയർ ദാറ്റ് വി വാണ്ട് യു ടു കട്ട്. സാറില്ല, നമ്മൾ ഊഹിച്ചു. അതൊക്കെ നവംബർ അല്ലേ? സിദ്ദിഖേട്ടൻ വന്ന്, സിദ്ദിഖേട്ടന്റെ പിറന്നാൾ കഴിഞ്ഞത് കൂടെയല്ലേ, നമുക്ക് അതും കൂടെ ഹാപ്പി ബർത്ത്ഡേ സിദ്ദിഖേട്ട, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. നാളെയാണോ? ഇന്നലെ? വേറൊരു രാജ്യത്ത് ഇന്നലെ. ഓക്കെ, സിദ്ദിഖേട്ടൻ നടുക്ക് നിന്ന് അവരപ്പുറത്തുപുറത്ത് നിൽക്കട്ടെ. അപ്പൊ സിദ്ദിഖേട്ടൻ 40 വർഷവും മമതയും സൈജുവും 20 വർഷവും ആഘോഷിക്കുന്ന ഒരു വേളയാണ്. അപ്പൊ ലെറ്റ്സ് കൺഗ്രാറ്റുലേറ്റ് ദീസ് വണ്ടർഫുൾ ആക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ആർ തരുന്ന പ്രേം പാറ്റ എന്ന വേദിയിൽ മലയാള സിനിമയുടെ ആക്ടേഴ്സ്, സ്പെക്ടാക്കുലർ ആക്ടേഴ്സ് ആഘോഷിക്കുന്നു the wonderful journey they had in this
amazing industry in Malayalam movies. Thank you so much, Makala. Take a go. Mamta and Saiju, I have a small request. കുറച്ച് നമ്മുടെ ക്രൂവിനുള്ള മെമെന്റോസ് നമുക്കൊന്ന് നൽകാം പ്ലീസ്. താങ്ക് യു സിദ്ദിഖ്. Abhi and Mamta, so lovely to have you here. ഒരിക്കൽ കൂടെ can we congratulate them for celebrating 20 years in the Malayalam film industry and ഒരുമിച്ച് പ്രേം പാറ്റയിൽ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു. Thank you guys. Lots of love. അടുത്തതായി നമ്മുടെ കൂടെ we got the lovely Sarayu here with us. Sarayu, can I please welcome you, Prem Patra and